ദൈവം സത്യദൈവമാർഗമാണ് ദൈവം മധ്യനായി ഭൂമിയിൽ നിറഞ്ഞു സ്നേഹദൈവം നിത്യജീവനെ കേടുന്നു ദൈവം
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൽ എന്നറിയിച്ച യേശു കർത്താവിന്റെ തിരുനാമത്തിൽ നല്ലവരായ ദേശവാസികൾക്ക് ഞങ്ങളുടെ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഈ ദേശത്ത് കടന്നു വന്ന് ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങളെ അധമ പാതാളത്തിന്റെ അവകാശികളായിരുന്ന സ്ഥാനത്ത് നിന്നും വിടുവിച്ച ഞങ്ങളുടെ രക്ഷകളെ ചൂണ്ടിക്കാണിക്കാൻ തക്കണം ദൈവം ഒരിക്കൽ നല്ല സാവകാശനെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, കാലം തികഞ്ഞു. എന്തിൻ്റെയോ അന്ത്യത്തിലേക്ക് മനുഷ്യരാശി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ സൃഷ്ടി മുതൽ മനുഷ്യൻ ഭയപ്പാടിലാണ്. ഭയത്തിലിരിക്കുന്ന മനുഷ്യനെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് പല മാർഗങ്ങൾ തേടി പലരും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു, തീർത്ഥയാത്ര നടത്തുന്നു, പല രീതിയിൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ഭയത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട്, ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവില് ദൈവത്തിന് വരം വിളിച്ചാണ് ഭയപ്പെടേണ്ട. സകല ജനത്തിനും ഉണ്ടാവുന്ന ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. യേശു എന്ന ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്, അതിന് ദൂതന്മാരെ അറിയിച്ച ദൂതൻ എന്താണെന്ന് വെച്ചാല് സകല ജനത്തിനും ഭയത്തോടിരിക്കുന്ന മനുഷ്യരോട് പറയണ്ട, ഭയപ്പെടേണ്ട. ഈ ഭയപ്പെടുന്ന നിന്റെ ഭയപ്പാടിൽ നിന്നും വിടിയിപ്പാനായിട്ട് നിനക്ക് വേണ്ടി രക്ഷിതാവ് ഇന്ന് ലോകത്തിൽ ജനിച്ചിരിക്കുന്നു. നിന്റെ ഭയത്തിൽ നിന്നും നിന്റെ പ്രശ്നങ്ങളിൽ നിന്നും നിനക്ക് വിടുതൽ തരുവാനായിട്ട് രക്ഷിതാവ് ലോകത്തിൽ വന്നിരിക്കുന്നു. ഇതാകുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള സുവിശേഷം. പ്രിയമുള്ള ഈ ദിവസങ്ങളിൽ നമ്മൊന്ന് ശ്രദ്ധിക്കണമേ. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഭവനങ്ങളിൽ സമാധാനമില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് മനുഷ്യനെ സ്നേഹികളായി കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമില്ല. അപ്പന് മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹമില്ല, മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ല. ഒരു രീതിയിലും കാര്യങ്ങൾ സുഗമമായി പോകാതെ ഒരു ഭവനത്തിന് സമാധാനമില്ലായിരിക്കുന്ന അവസരത്തില് ദൈവവചനം വിളിച്ചു പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഒരു രക്ഷിതാവ് ലോകത്തിൽ വന്നിട്ടുണ്ട്. സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷമാണിത്. ലോകത്തിലുള്ള സകല മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രിയമുള്ളവരെ, സർവ്വജനമെന്ന് പറയുമ്പോൾ ജാതി മത ഭേദമന്യേ, വർഗവർണ്ണ വ്യത്യാസമന്യേ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരേ രീതിയിൽ ഒരു രക്ഷകൻ ആവശ്യമായിരിക്കും. നമ്മുടെ ഭാഗത്തിൽ നിന്ന് നമ്മളെ വിടിയിപ്പാനായിട്ട് ഒരു രക്ഷകൻ ലോകത്തിൽ വന്നിട്ടുണ്ട്. ഈ രക്ഷയാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു വന്ന പ്രിയമുള്ളവരെ. മനുഷ്യന്റെ പാപങ്ങളിൽ നിന്നും മനുഷ്യനെ വിടിയിപ്പാനായിട്ട് ലോകത്തില് അവതരിച്ച രക്ഷകനാണ് യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തില് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും. മനുഷ്യന്റെ പുണ്യപ്രവർത്തനം കൊണ്ട് ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നില്ല എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. മനുഷ്യന്റെ പുണ്യപ്രവർത്തനങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ കറവുകളുടെ തുണി പോലെ നാം എന്തെല്ലാം പുണ്യപ്രവർത്തികൾ ചെയ്താലും ഒരു വെള്ളത്തുണിയിൽ കറവറുണ്ടിരുന്നാൽ എങ്ങനെയിരിക്കും? അത്രയോളം മനുഷ്യന്റെ പുണ്യപ്രവർത്തനം. പക്ഷേ ദൈവം, നീതിമാനായ ദൈവം അതെല്ലാം മായിച്ച് നമ്മെ രക്ഷിക്കാനായിട്ട് തയ്യാറായി ഇരിക്കുന്നു. ഒന്നും നാം ചെയ്യേണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുന്നവന്, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവന് രക്ഷ പ്രാപിക്കാൻ കഴിയും എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോകത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഇന്ന് ചെയ്തു, നാളെ പിന്നെയും ചെയ്തു, അടുത്ത വർഷം പിന്നെയും ചെയ്തു. പക്ഷേ മനുഷ്യന്റെ പ്രവൃത്തികൾ മനുഷ്യന്റെ രക്ഷയിലേക്ക്, മനുഷ്യന്റെ നന്മയിലേക്ക് മനുഷ്യനെ നടത്തുന്നില്ല. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പ്രത്യാശയുണ്ട്, രക്ഷപ്രാപിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. പ്രിയമുള്ളവരെ, ഈ സത്യമാണെന്ന് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, നാം ജീവിച്ചിരിക്കുമ്പോൾ നാം തീരുമാനിക്കണം. ഇന്ന് നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് നാളെ നാം മരിക്കും. എല്ലാ മനുഷ്യരും മരിക്കും. 70, 80 അല്ലെങ്കിൽ 120 വയസ്സ് വരെയാണ് മനുഷ്യന്റെ ആയുസ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ആയുസ് കഴിഞ്ഞാല് മനുഷ്യൻ മരിക്കും. അത് കഴിഞ്ഞാണ് നമ്മുടെ നിത്യതയെ തുടങ്ങുന്നത്. ഒന്നുകിൽ നിത്യമരണം. നിത്യമരണം തീപ്പൊഴികയാകുന്ന ദൈവം വ്യക്തമായി പറയുന്നു. ഒരു മനുഷ്യൻ തീപ്പൊഴികൾ പൊഴിയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ്
ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ രക്ഷിപ്പാനായിട്ട് താൻ തന്നെ ലോകത്തിലെ മനുഷ്യനായി അവതരിപ്പിച്ചു. എന്റെ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഇനി നാം ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട, നാം ഒരു പുണ്യകർമ്മം ചെയ്യേണ്ട. യേശു കർത്താവിന്റെ മരണം, യേശു കർത്താവ് ലോകത്തിൽ വന്നത് എനിക്ക് വേണ്ടിയായിരുന്നു, മരിച്ചത് എന്റെ പാപങ്ങൾക്ക് പകരമായിരുന്നു, ഞാൻ മരിക്കേണ്ട സ്ഥാനത്തായിരുന്നു എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും. ഒരിക്കൽ മരിക്കാൻ ദൈവം എങ്ങനെ വിളിച്ചു പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ന്യായവിധി മാത്രമാണ് മനുഷ്യന് വേണ്ടി ദൈവം കൽപ്പിച്ചയക്കുന്ന പ്രിയമുള്ളവരെ. അതുകൊണ്ട് നാം ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ നാം തീരുമാനിക്കണം, നമ്മുടെ നിത്യത നാം എവിടെ കഴിക്കും, നിത്യത നാം എവിടെ കഴിക്കുന്നത് നാം ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ നാം തീരുമാനിക്കണം. ഒന്നുകിൽ നിത്യമാണോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ നിത്യ നരകത്തിൽ പോയി വീഴും, അവിടെ തീപ്പൊയ്കയാകുന്നു. അവിടുത്തെ ഘോരമായ അവസ്ഥ ദൈവത്തിന് വചനം വ്യക്തമായി വിളിച്ചുള്ളൂ. ഒരു മനുഷ്യനും അവിടെ പോയി വീഴണമെന്ന് ദൈവം ആഗ്രഹിക്കില്ല. മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചാക്കി ദൈവം ഒരു മനുഷ്യനും അവിടെ പോയി വീഴുവാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ കടന്നു വന്നത്. പ്രിയമുള്ളവരെ, നാം ഒന്ന് മനസ്സിലാക്കണം, തീപ്പൊയ്കയാകുന്നത് അവിടെ പുഴു ചാകുന്നില്ല, തീ കെടുത്തുന്നില്ല എന്ന് ദൈവം വ്യക്തമായി വിളിച്ചു പറയുന്നു. അതുകൊണ്ടാണ് ദൈവം തന്റെ സ്വരൂപത്തിൽ സാധിച്ചതും സൃഷ്ടിച്ച മനുഷ്യൻ എങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും ചിന്തിക്കണം. ദൈവം എങ്ങനെയായിരിക്കുന്നു അതേ രീതിയിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ നാം അത് മറന്നുപോയി, നാം പാപപ്രവൃത്തി ചെയ്ത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് നാം അകന്നുപോയി പാപത്തിന് അടിമകളായി നാം മരണത്തിന് അധീനായിത്തീർന്നു. ദൈവം ഒരിക്കലും മരിക്കുന്നില്ല. അതേപോലെ മനുഷ്യനെ ദൈവം മരണമില്ലാത്ത അവസ്ഥയിൽ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു, ദൈവ കൽപ്പന ലംഘിച്ചത് കാരണം മനുഷ്യൻ മരണത്തിന് അടിമയായിത്തീർന്നു. ഈ മരണത്തിൽ നിന്നും വിടുവിപ്പാനാണ് യേശു കർത്താവ് ലോകത്തിൽ നിന്ന്. അല്ലാതെ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയോ നമ്മളെ ധനവാന്മാരാക്കുവാനോ നമ്മളെ പേര് പ്രശസ്തി മുഴുവനാക്കുവാനോ നമുക്ക് വേണ്ടി വലിയ ഒരുക്കി തരുവാനല്ല. ഇവിടെ നാം എന്തെല്ലാം പ്രാപിച്ചാലും എത്ര വലിയ പണക്കാരായാലും ഏത് ഉറവിലിരിക്കുന്ന ആളായാലും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം നമ്മുടെ മൂക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ പേര് പിന്നെ ശവമെന്ന, അതുവരെ നമ്മളെ വിളിച്ചിരുന്ന അപ്പാന്നോ അപ്പച്ചാന്നോ ആരും നമ്മളെ വിളിക്കത്തില്ല. ശവം എപ്പോഴെടുക്കും, എപ്പോഴാ ശവസംസ്കാരം, ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് മനുഷ്യ നാം വെറും നിസ്സാരന്മാരാണ്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നിത്യസ്നേഹത്തിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കി, അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കി, ആ സ്നേഹത്തിന്റെ വ്യാപ്തി എന്തെന്ന് മനസ്സിലാക്കി ഈ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച് നിത്യതയിൽ കാണപ്പെടുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു എന്ന് ദൈവം വ്യക്തമായി പറയുന്നു. നാം ജീവിച്ചിരിക്കുമ്പോൾ ഇന്ന് നാം തീരുമാനിക്കണം, നമ്മൾ നിത്യത എവിടെ കഴിക്കും, നമ്മുടെ നിത്യത എവിടെ കഴിക്കും. നാം നാളെ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും നമ്മളെ രക്ഷിപ്പാനേ കഴിയില്ല. ഒരു പുണ്യപ്രവൃത്തിയോ ഒരു കർമ്മങ്ങൾ കൊണ്ടോ ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നില്ല. അതുകൊണ്ട് ഇന്ന് നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ തീരുമാനം നാം തീരുമാനിക്കണം. നമ്മുടെ നിത്യത യേശു കർത്താവിനോട് സ്വർഗ്ഗത്തിൽ കഴിക്കണോ അതോ നരകത്തില് പിശാചിനോട് ദൂതന്മാർക്കുമായി കൽപ്പിച്ചാക്കിയിരിക്കുന്ന നിത്യ നരകത്തിൽ പോയി വേണമോ എന്ന് നാം ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനിക്കണം. ഒരു മനുഷ്യനും നമ്മുടെ പകലോ ഒരു മനുഷ്യനും അവിടെ പോയി വീഴുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. കാര്യം അത്ര ഘോരമായ അത്ര കഠോരമായ ഒരു അവസ്ഥയാണ് നരകത്തെ കുറിച്ച് ദൈവം വ്യക്തമായി പറയുന്നത്. അവിടെ പുഴു ചാകുന്നില്ല, തീ കെട്ടുന്നില്ല, എല്ലാ മനുഷ്യനും തീ കൊണ്ട് ഒപ്പിടുമെന്ന് ദൈവം വ്യക്തമായി വിളിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, ആ നരകം സൃഷ്ടിച്ച ദൈവം തന്നെ വിളിച്ചു പറയുന്നു, ഒരു വ്യക്തിയും അവിടെ പോയി തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചാക്കിയ ഒരു വ്യക്തി പോലും അവിടെ പോയി വീഴുവാനായിട്ട് ദൈവം ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിലെ സകല മഹത്വം വെടിഞ്ഞ്, സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് ഒരു സർവശക്തനായ ദൈവം ഈ സർവപ്രപഞ്ചത്തിന്റെ നമ്മുടെ കണ്ണിന് കാണുന്നതും നമ്മുടെ കണ്ണിന് കാണാത്തതുമായ സകലവും സൃഷ്ടിച്ചാക്കിയ ദൈവം താൻ തന്നെ തന്റെ സകല മഹത്വം വെടിഞ്ഞിട്ട് ഒരു സാധാരണ മനുഷ്യനായി എന്നെ പോലെ നിങ്ങളെ പോലെ ഈ ലോകത്തിൽ കടന്നു വന്ന് ഈ ലോകത്തിലെ സാധാരണ മനുഷ്യനായി ജീവിച്ച് എന്റെ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിലെ യാഗമായി തീർന്നു. അതിനു മുമ്പ് മനുഷ്യരുടെ പാപപ്രവൃത്തിയിൽ നിന്ന് വിടുവിപ്പാനായിട്ട് ദൈവം കൽപ്പിച്ചാക്കിയിരുന്ന യാഗങ്ങളും ശരീരവും
കർമ്മങ്ങളെല്ലാം ഒരു ചടങ്ങായി മാറി മനുഷ്യന്റെ സൃഷ്ടി മുതൽ ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യനെ രക്ഷിക്കണമെന്നുള്ള, മനുഷ്യനെ നരകത്തിൽ നിന്ന് വിടുവിക്കണമെന്നുള്ള, മനുഷ്യന്റെ മരണത്തിൽ നിന്ന് നിത്യമരണത്തിൽ നിന്ന് വിടുവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടി ദൈവം ഒരുക്കിയെടുത്ത പദ്ധതികളൊക്കെയും താറുമാറായിപ്പോയി. അതുകൊണ്ട് പൂർത്തിയാകുന്നില്ല എന്ന് കണ്ട ദൈവം തന്റെ സകല മഹത്വം വെടിഞ്ഞ്, തന്റെ സകല സൗഭാഗ്യങ്ങളും വെടിഞ്ഞ് ഈ ലോകത്തിൽ വന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സാധാരണ ഒരു മനുഷ്യനായി മനസ്സിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചു. എന്റെ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അവസാനത്തെ തുള്ളി രക്തം വരെ എന്റെ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്ന് ആ കർത്താവിന്റെ കർത്താവിന്റെ ആ യാഗമരണത്താല് എനിക്ക് നിങ്ങൾക്ക് രക്ഷ വരുവാനായിട്ട് പ്രിയമുള്ളവരെ ദൈവം നമ്മളോട് മനസ്സിലാക്കി. ഇതാകുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള സുവിശേഷം. ഇതുവരെ നാം കേട്ട വിശേഷമല്ല ഇത്. ഇതൊരു സുവിശേഷമാണ്, പുതിയ വിശേഷമാണ്. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതിയാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എത്ര വലിയ സൗഭാഗ്യത്തിൽ ജീവിച്ചാലും, എത്ര വലിയ മഹിമയുള്ളവരായി തീർന്നാലും, ഏത് സമ്പത്തിനുടമയായി തീർന്നാലും, ഏത് പദവി അലങ്കരിക്കുന്നവരായാലും, പ്രിയമുള്ളവരെ നമ്മളെ ശ്വാസം പോയി കഴിഞ്ഞാൽ അതെല്ലാം നാം ഇവിടെ വിട്ടിട്ട് പോകണം. എന്നാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യത, നിത്യ സന്തോഷം അത് ദൈവത്തോടുകൂടിയുള്ള വാസമാകുന്നു, അത് സമാധാനമാകുന്നു, സന്തോഷമാകുന്നു, ഉല്ലാസമാകുന്നു. ആ ഒരു പദവിയിലേക്കാണ് ദൈവം ഉയർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലേക്കാണ് ദൈവം നമ്മുടെ മാറി വിളിക്കുന്നത്. ഇത് നാം ഒന്നും ചെയ്തിട്ട് പ്രവർത്തിച്ചിട്ടോ ഒന്നും കൊടുത്തിട്ടോ നേടുവാൻ കഴിയുന്നതല്ല. ആ വിശ്വാസത്താൽ നേടുവാൻ, വിശ്വസിക്കാൻ ഈ രക്ഷ പ്രാപിക്കുന്ന ദൈവം വ്യക്തമായി പറയുന്നു. ആരെ വിശ്വസിക്കണം? എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന യേശു കർത്താവിൽ വിശ്വസിക്കണം. യേശു കർത്താവിന്റെ ക്രൂശ് മരണം എന്റെയും നിങ്ങളുടെ പാപത്തിന് പരിഹാരമായിരുന്നു. ആ മരണത്തെ ഞാൻ മരിക്കുന്ന സ്ഥാനത്ത് യേശു എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്നെ രക്ഷിപ്പാനായി മരിച്ചു എന്ന് വിശ്വസിച്ചാല് നിശ്ചയമായിട്ടും നിത്യജീവൻ അവകാശമായിരിക്കുമെന്ന് ദൈവം വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വീഴുമ്പോഴേ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അല്ലാതെ ഒരു പ്രവൃത്തി ചെയ്ത, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി. നാം ദൈവത്തിന്റെ മക്കളായിരിക്കുന്നാല് ദൈവത്തിനുള്ള സകലത്തിനും നാം അവകാശമാണ്. പിതാവിന്റെ സ്വത്തിന് മക്കൾ അവകാശമായി എങ്ങനെയായിരിക്കുന്നു അതുപോലെ ദൈവമക്കളായി തീർന്നാൽ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങൾക്ക് നാം പാർപ്പിക്കുന്നതായി അവകാശമായി തീരും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരെ ചേർക്കുവാനായിട്ട് യേശു കർത്താവ് വീണ്ടും വരുന്നു. ഇതാവുന്നു ഞങ്ങൾ വിളിച്ചു വന്നത്. കാലം തികഞ്ഞിരിക്കുന്നു, കാലങ്ങളുടെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആയതിനാൽ മാനസാന്തരപ്പെട്ട് ഈ പറഞ്ഞ സുവിശേഷത്തിൽ യേശു കർത്താവ് വിശ്വസിപ്പാൻ ഞങ്ങൾ നല്ലവരായ നാട്ടുകാരോട് താഴ്മയായിട്ട് അപേക്ഷിക്കാണ്. പ്രിയമുള്ളവരെ, ഈ സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയാലും അതെല്ലാം നാം ഇവിടെ വിട്ടിട്ട് പോകണം. നമ്മുടെ മരണം കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ കൂടെ വരികയില്ല. എന്നാൽ ഈ പറയുന്ന സത്യം, ഈ പറയുന്ന രക്ഷ, ദൈവോദിക്കുന്ന നിത്യജീവൻ നമുക്ക് പ്രാപിക്കണമെങ്കിൽ നാം നിത്യതയ്ക്ക് അവകാശമായി യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരായി തീരണമെന്ന് ദൈവവചനം വ്യക്തമായി വിളിച്ചു പറയുകയാണ്. ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നതാവുന്നു. ഇങ്ങനെയുള്ള ചേർക്കാനായിട്ട് യേശു വേഗം വരുന്നത് ദൈവത്തിന് വ്യക്തമായി പറയുന്നത് ഈ കാലയളവില് യേശുവിന്റെ വരവടുത്തിരിക്കുന്നുവെന്ന് ലോകസംഭവം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം ഒരുക്കമുള്ളവരായി തീരണം. ഏത് സമയം വരുമെന്ന് നമുക്കറിയത്തില്ല. ദൈവത്തിന്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നു, കള്ളൻ വരുന്നത് പോലെയാകുന്നു യേശു കർത്താവിന്റെ വരവെന്ന് പറയുന്നു. കള്ളൻ വരുന്നതിനാ ഏറ്റവും വിലവെടുപ്പുള്ളത് എടുക്കുവാനായിട്ടാ കള്ളം വരുന്നത്. അതുപോലെ തന്റെ സ്വന്തം പ്രാണൻ കൊടുത്ത് താൻ തന്റെ ജീവനെ കുറിച്ച് നേടിയ ദൈവത്തിന്റെ മക്കളെ ദൈവസഭയെ ചേർക്കുവാനായിട്ട് യേശു വരുന്നു. ആ ദൈവ മക്കളുടെ കൂട്ടത്തില് ഞാനും നിങ്ങളുമായി തീരണമെന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള വിലയേറിയവരെ നേടുവാനായി
തേടി രക്ഷികർത്താവ് ലോകത്തിൽ വരുന്നു. വരവിന്റെ ദിവസങ്ങൾ അടുത്തിരിക്കുന്ന ലോക സംഭവങ്ങളൊക്കെ വിളിച്ചു നമുക്കറിയാം. യേശുകർത്താവിന്റെ വരവെങ്കില് ഇങ്ങനെ പറയുന്നു, യേശുകർത്താവ് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലൊരു ഭരണാധികാരി ഭരിക്കും. 7 വർഷമാണ് അദ്ദേഹത്തിന്റെ ഭരണകാലം. 7 വർഷം അദ്ദേഹം ഭരിക്കുമ്പോഴേ 3.5 വർഷക്കാലം കഴിയുമ്പോഴേ ലോകത്തിൽ നിയമങ്ങൾ കഠിനമാക്കി എനിക്ക് നിങ്ങൾക്കും നമ്മുടെ വീട്ടിൽ കിടക്കുന്ന തെങ്ങിന് തേങ്ങായിട്ട് ഒരു കരിക്കിന്റെ വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത രീതിയിലെ കാര്യങ്ങള് ഗവൺമെന്റ് കണ്ടുകെട്ടും. ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിതത്തിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് നാം മാറിത്തീരും. ഈ ദിവസങ്ങളില് ദൈവം തന്റെ രണ്ട് ദൂതന്മാരെ ലോകത്തിൽ അയച്ചിട്ട് ഈ ഭരണാധികാരിക്കെതിരെ സംസാരിക്കും. ആ ഭരണാധികാരിക്കെതിരെ സംസാരിക്കുമ്പോഴേ ആ ഭരണാധികാരി ആ 2 ദൂതന്മാരെ ദൈവത്തിന്റെ 2 സാക്ഷികളെ കൊന്നിട്ട് അവിടെ ശവശരീരം യെരൂശലേമിന്റെ തെരുവീതിയില് 3.5 ദിവസക്കാലം കിടക്കുന്നത് ലോകത്തിലുള്ള സകല ഭാഷക്കാരും സകല വംശക്കാരും സകല ജാതികളും കാണുമെന്ന് ദൈവത്തിന്റെ വചനത്തില് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്നു. അന്ന് TV ഇല്ല, ടെലിഫോണില്ല, യാതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇതുപോലെ വളർന്നിട്ടില്ല. ആ സമയത്ത് ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ 2 പേര് മരിച്ചു കിടക്കുന്നത്, യെരൂശലേമിന്റെ തെരുവീതിയിൽ മരിച്ചു കിടക്കുന്നത് ലോകത്തിലുള്ള സകല ഭാഷക്കാരും വംശക്കാരും ജാതികളും കാണും. പ്രിയമുള്ളവരെ, ഞങ്ങളെപ്പോലുള്ള ആരെങ്കിലും ഒരു 10-30 വർഷം മുമ്പ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നവരായ നിങ്ങൾ പറയുന്നത് ഇവന്റെ തലയ്ക്ക് സുഖമില്ലാന്ന്. എന്നാൽ ഇന്ന് നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലില്, നമ്മുടെ വീട്ടിലിരുന്ന TV കാണാൻ പോലും പോകണ്ട, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈല് ലോകത്തിൽ എവിടെ നടക്കുന്ന സംഭവം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ കാര്യങ്ങളെല്ലാം തികഞ്ഞു വന്നിരിക്കണം. ഈ ദിവസങ്ങളില് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് K-ഫോൺ പദ്ധതി ഒരിക്കൽ നാം കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞു K-ഫോൺ പദ്ധതി ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തിയാകുന്നു എന്ന് വെച്ചാല് ഏതെല്ലാം സ്ഥാനത്ത് ഇന്റർനെറ്റ് എത്തിയിട്ടുണ്ടല്ലോ അവിടെ എല്ലാം ഇന്റർനെറ്റ് എത്തിക്കുവാനായിട്ടുള്ള K-ഫോൺ പദ്ധതി കേരള ഗവൺമെന്റ് കൊണ്ടുവന്നത്. എന്ന് വെച്ചാല് ഏത് മൂലയിലിരിക്കുന്നവരും ഏത് സ്ഥലത്തിരിക്കുന്നവരും ഈ സത്യം ലോകത്തിൽ നടക്കാൻ പോകുന്ന സത്യം അറിയാനുള്ള അവസരങ്ങള് ദൈവം ഒരുക്കുകയാണ്. ഇതിന്റെ എല്ലാം അർത്ഥം യേശുകർത്താവിന്റെ വരവേറ്റുവായിട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ദിവസം നാം ജാഗ്രതയുള്ളവരായി വളരെ ഒരുക്കത്തോടെ കർത്താവിന്റെ വരവേണ്ടി ഒരുങ്ങുവാനും ദൈവത്തിന്റെ വരവേണ്ടി കാണപ്പെടുവാനും എടുക്കപ്പെടുവാനും തയ്യാറായിരിക്കണം. നഷ്ടപ്പെട്ടു പോയാല് നാം ഈ അതിക്രൂരനായ ഭരണാധികാരിയുടെ കയ്യിൽ ചെന്നപ്പെടും. അത് കഴിഞ്ഞാൽ നിത്യനരകത്തിൽ നാം അവകാശികളായിത്തീരും. അങ്ങനെ വരുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കില്ല. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ജാതി മതഭേദമെന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. അത് ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, വർഗവ്യത്യാസമില്ല, വർണ്ണ വ്യത്യാസമില്ല. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും എനിക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഈ രക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഈ രക്ഷ പ്രാപിപ്പാൻ നല്ലവരായ നിങ്ങളോട് ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കാണ്. ഈ രക്ഷ എനിക്ക് നിങ്ങൾക്ക് പ്രാപിപ്പാനായിട്ട് ഒരു പ്രവൃത്തി നാം ചെയ്യേണ്ട. നാം വിശ്വസിച്ചാൽ മാത്രം മതി. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷപ്പെടുവാൻ അവസരമുണ്ട് എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ആ ദൈവവചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് നിത്യതയ്ക്ക് അവകാശിക്കുവാൻ നിത്യത്തിൽ വിടുവിക്കപ്പെടുവാൻ പ്രിയമുള്ളവരെ നിങ്ങളെ ആഹ്വാനം ചെയ്ത് വാക്കുവെച്ചിരിക്കുന്നു.